ചെരുപ്പ് കുത്തി ഇന്ത്യയിലേക്ക് വന്നു. ആ ചെരുപ്പ് കുത്തിയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ലായിരുന്നു, സുവിശേഷം അറിയിക്കാനാണ്. വളരെ കഷ്ടം സഹിച്ച് മാസങ്ങളുടെ യാത്രയിലൂടെ ആ മിഷണറി കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പേര് വില്യം കേറി എന്നാണ്. ആ വില്യം കേറി എന്ന മനുഷ്യൻ വന്നത് ദൈവിക ദൗത്യത്തിന് വേണ്ടിയാണ്. വളരെ സമർപ്പിതനായി വന്ന് ഇന്ന് കാണുന്ന ഭാരതത്തിന് വേണ്ടുന്ന വലിയ വെളിച്ചം പകർന്നു കൊടുത്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ കടന്നു വന്നെങ്കിലും ആ മനുഷ്യന്റെ 2 മക്കൾ മരിച്ചു പോകുന്ന സന്ദർഭമൊക്കെ വായിക്കുമ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. കർത്താവ് എന്താണ് ഈ കാണിക്കുന്നത്? ദൈവത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും കഷ്ടം സഹിക്കാൻ വേണ്ടി തയ്യാറായി വന്ന ഒരു മനുഷ്യൻ. അതിലൊക്കെ ദുർഘടമായി തോന്നിയത് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഭ്രാന്തിയായി മാറി, സുബോധമില്ലാത്ത സ്ത്രീയായിട്ട് മാറി. ആ വലിയ കഷ്ടം ഒന്ന് ഓർത്തു നോക്കി, എന്ത് വലിയ ദുരിതം സഹിച്ചത്, എന്ത് പ്രതിഫല മനുഷ്യന് കിട്ടിയതെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. എന്ത് പ്രതിഫല കിട്ടിയത്? ചെയ്തത് മഹത്തരമായ കാര്യങ്ങളാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഞാനും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മനുഷ്യനെ കുറിച്ച്. നമ്മുടെ ഭാരതത്തിലെ അദ്ദേഹത്തെ ഒഴിച്ചു നിർത്താൻ പോലും പറ്റില്ല. അദ്ദേഹം ചെയ്ത സേവനം എത്ര വലുതാ! ചെയ്തത് മുഴുവൻ ദൈവനാമ നിമിത്തം എല്ലാം ചെയ്തത്. എന്നിട്ട് സഹിച്ച കഷ്ടങ്ങളെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ലേ, ഈ ദൈവിക നാമത്തിന് വന്ന് ഇത്രയധികം അധ്വാനിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതാണോ കിട്ടിയത്? ഇതാണോ കിട്ടിയെന്ന് നിങ്ങൾ ചോദിക്കില്ലേ? പൗലോസ് അപ്പോസ്തലൻ വലിയ സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പള്ളിയിലെ ആ സമൂഹത്തിലെ ഉന്നതനായ ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞാൽ മഹാപുരോഹിതന്മാരൊക്കെ എന്ത് കത്തുവഴി കൊടുക്കും. അത്രയും പ്രശസ്തനായ ഒരു മനുഷ്യൻ. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അത്രമാത്രം ഉണ്ടെന്ന് പറയുന്നത്, വിദ്യാഭ്യാസ നിലയിൽ അത്ര വിവരമുണ്ടായിരുന്നു. അതെല്ലാം ചവന്ന് എണ്ണീട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആ മനുഷ്യനെ ഇറങ്ങിപ്പോയി. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് എന്താ? അടി, കല്ലേറ്, ഉറക്കളപ്പ്, കള്ളസഹോദരന്മാരുടെ ആപത്ത്. ഇതല്ലാതെ ഈ ഭൂമി വെച്ച് എന്താ കിട്ടുന്നേ? അവസാനം ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കഷ്ടം, ശരീരത്തിലെ ഒരു പ്രയാസം, ഒരു സാത്താന്റെ ദൂതനെ നിർത്തിയിട്ട് കുത്താൻ നിർത്തിയിരിക്കുക, ശരീരത്തിൽ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ വേദന മാറുന്നേ ഇല്ല. പൗലോസ് അപ്പോസ്തലന്റെ വേദന മാറുന്നില്ല. പ്രാർത്ഥിക്കാത്തതിന്റെ കുറവില്ല. 3 വട്ടം ശക്തമായി പ്രാർത്ഥിച്ചു. പറഞ്ഞു, ഈ രോഗം മാറ്റി തരില്ല എന്ന് പറഞ്ഞു. കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു. എന്നിട്ടോ ജീവന് വെച്ചു കൊടുത്തു. ഇവിടെ വെച്ച് ഒന്നും കിട്ടിയില്ല. ഇതിനാണോ കർത്താവിനെ സേവിക്കുന്നത്? നമ്മൾ പ്രത്യാശിക്കുന്ന, നമുക്ക് ഇതുപോലെ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ മാറും, ഇന്ന് മാറും. ഞങ്ങളും പ്രത്യാശയോടെ പോസിറ്റീവായിട്ടേ പറയാറുള്ളൂ. ശുശ്രൂഷിക്കുമ്പോ ഒക്കെ പറയുന്നത് പോസിറ്റീവായിട്ടാ. ഇന്ന് മാറും, അടുത്ത ദിവസങ്ങളിൽ വിടുതൽ നടക്കുന്നത് ഈ പോസിറ്റീവായിട്ട് പറയും. ചില കാര്യങ്ങളിൽ നമുക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ വിടുതൽ കിട്ടിയിട്ടില്ല. ഇത് നമ്മളെ നിരാശ ഉണ്ടാക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഓർത്തിട്ട് ഞാൻ നിലവിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ചിലപ്പോൾ എൻ്റെ സ്വകാര്യ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിലവിളിക്കാറുണ്ട്. നമ്മുടെ പല കുടുംബങ്ങളും അനുഭവിക്കുന്ന കഷ്ടം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അതുമായിട്ട് താതാത്മ്യപ്പെടും. കർത്താവേ, ആ ഓരത്തിലെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നോർത്ത് പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഞാൻ കരയും. ഇപ്പൊ അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അത്രമാത്രം വിമിഷ്ടടിക്കും ഞാൻ. എന്തുകൊണ്ട് കർത്താവേ ഈ പ്രയാസം എന്നൊക്കെ ഓർക്കുമ്പോൾ പരിശുദ്ധാത്മാവൻ ഇന്ന് ചിലരോട് പറയാനുണ്ട്. നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ട്, കർത്താവേ എന്റെ ജീവിതകാലത്ത് ഇതിനൊരു പരിഹാരം വരില്ല എന്ന് ഓർത്ത് നിങ്ങളും ദുഃഖിക്കുന്നു. നിങ്ങളിൽ പലരും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നാളുകൾ എത്രയായി ഇതിനൊരു പരിഹാരമില്ല എന്ന് ഓർത്തുകൊണ്ട് പലപ്പോഴും കരയുന്ന പലരും ഉണ്ടെന്ന് എനിക്കറിയാം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്കറിയാം, ഓരോ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. കർത്താവേ, ഞാൻ ഓർത്തു നോക്കിയപ്പോൾ ഓരോ കുടുംബത്തിന് വേണ്ടി പലരും പുറത്തു പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഒതുക്കുന്ന വിഷയങ്ങൾ അത്രമാത്രമാണ്. ഓരോ കുടുംബത്തിനും ഉണ്ട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ. ഇന്ന് സാക്ഷ്യം കേട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് എന്താണ് ഇങ്ങനെയെന്ന് ഓർക്കുമ്പോൾ ഒരു ഉത്തരം പറഞ്ഞു തരാനുണ്ട്. അത് വായിക്കാം. നമുക്ക് പരിചിതമായ ഒരു വാക്യം വായിച്ചുകൊണ്ട് ചിന്തിപ്പാനായിട്ട് താല്പര്യമാണ്. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഈ വാക്യം വളരെ പരിചിതമായ വാക്യമാണ്. ഞാൻ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെ പരീക്ഷയും പരിശോധന എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സഹിക്കുന്ന ഭാഗ്യവാൻ. അതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് സഹിക്കുന്ന ഭാഗ്യവാൻ, കൊള്ളാകുന്നവൻ. 2 പേരെ കുറിച്ച് പറയാനാണ് താല്പര്യപ്പെടുന്നത്. സഹിക്കുന്ന ഭാഗ്യവാൻ. വേദപുസ്തകം പറയുക, ഒരിക്കലും ചേരാത്തൊരു കാര്യം പറയാ, കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് ഭാഗ്യമാണെന്നാണെങ്കിലും പറയും, അവന്റെ ഗതികേടാന്നേ പറയും. നമ്മളൊക്കെ പറയുന്നത് എന്തൊരു ഗതികേടാ വന്നിരിക്കുന്നത്, എന്തൊരു കഷ്ടമാ വന്നേന്നാ പറയാ.
പക്ഷെ വേദപുസ്തകം പറയുക ഈ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. സഹിക്കുന്ന മനുഷ്യൻ, അപ്പോഴാണ് എനിക്ക് വിവരം മനസ്സിലായത് ഇതൊരു ഭാഗ്യവതയാണ്. എൻ്റെ ഒരു സ്നേഹിതൻ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുന്നു, ഒരു ആൺകുട്ടി ജനിച്ചു. കാണാൻ ഭംഗിയൊക്കെ ഉള്ള സുന്ദരനായ ആൺകുട്ടി. പക്ഷെ അല്പം വളർന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടിക്ക് മംഗോളിസം ഉണ്ടോ. ഭാര്യ പഴിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതാ ഇത് നമുക്ക് വേണ്ട, സഹിച്ചോ, നിങ്ങൾ തന്നെ സഹിച്ചോ എന്ന് പറയും. ആ മനുഷ്യനെ പേടിപ്പിക്കാൻ തുടങ്ങി. ആ സഹോദരി പറഞ്ഞു, ഭാര്യ സഹോദരി പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകണം, ഇതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. വളരെ പ്രയാസമാണ്. ഒരാളില്ലാതെ ആ കുഞ്ഞിനെ പരിപാലിക്കാനോ നോക്കാനോ പറ്റില്ല. എന്നും കഷ്ടവും പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് എന്തൊക്കെ ചെയ്യാന്ന് അറിയാൻ പറ്റില്ല, ഒന്നും മാറി നിൽക്കാൻ പറ്റില്ല, കുളിക്കാൻ പോകാൻ പോലും പറ്റില്ല. ഒരാൾ കാല് നിർത്തിയിട്ടേ കുളിക്കാൻ പോകാൻ പറ്റൂ. അത്ര പ്രയാസമായിട്ട് വന്നപ്പോൾ ഭാര്യ എന്നും കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർഗമില്ലാതെ അദ്ദേഹം ജോലി രാജിവെച്ചു. കുഞ്ഞിനെ നോക്കാൻ തീരുമാനിച്ചു. ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ വളരെ പാടാണ്. ആ മനുഷ്യനെ എവിടെയൊക്കെ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കൊണ്ടുപോകും. ആ കുട്ടിയും കൊണ്ടുപോകും. ഒരു ദിവസം എൻ്റെ കൂടെ പറഞ്ഞു, സ്വാമി എൻ്റെ കൂടെ ഒന്ന് വായോ. എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട്. അതെന്താ സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മോനെ ഒന്ന് കൊണ്ട് കാണിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. ഞാനും കൂടെ പോയി. അവിടെ ചെന്ന് അവര് പറഞ്ഞു, ഇപ്പൊ ശരിയാക്കാം, അതിനൊക്കെ വളരെ വ്യത്യാസം വരും, നമ്മുടെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. കുറെ മരുന്നൊക്കെ കൊടുത്തു, കുറെ കാശ് കളഞ്ഞു. പിന്നെ 2-3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി, ഒരു റിസൾട്ടും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ റിസൾട്ട് ഇല്ലാത്ത കാര്യത്തിന് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോന് ഞാൻ കൊടുക്കാൻ പറ്റുന്ന എല്ലാ ചികിത്സയും കൊടുത്തിട്ട് എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ അത് ചെയ്തു എന്നുള്ളൊരു സംതൃപ്തിക്ക് വേണ്ടി ഞാൻ പോണേന്ന് പറഞ്ഞു. ഇതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് പ്രയാസം തോന്നി. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി, ആ കഷ്ടം മാറുന്നേ ഇല്ല, അതിനൊരു പരിഹാരം വരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ ആരും പ്രാർത്ഥിച്ചിട്ട് മാറാത്ത വിധത്തിൽ വലിയ പ്രയാസങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം പറഞ്ഞതാണ്, ആ മനുഷ്യനെ ഞാൻ തെരഞ്ഞെടുത്തു, ഭാഗ്യവാനായി ഞാൻ സെലക്ട് ചെയ്തു. ലോട്ടറി എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒരു ഭാഗ്യം കിട്ടി, മില്യൺസ് അടിച്ചു. അയാള് ഭാഗ്യവാൻ എന്ന് പറയുന്ന പോലെ സ്വർഗത്തിലെ ലോട്ടിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തപ്പോ ആ മനുഷ്യനെ ഭാഗ്യവാനായിട്ടുണ്ട്. ആ ഭാഗ്യവാനായ എണ്ണിയ മനുഷ്യനെ കൊടുക്കുന്ന ഒരു കാര്യമാണ് പരീക്ഷ സഹിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. എന്നിട്ട് പറയാ അവൻ എങ്ങനെ ഭാഗ്യവാനായി മാറുന്നതെന്നറിയോ? അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവൻ കർത്താവിനെ സ്നേഹിക്കുന്നവനാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവൻ എന്ന ഒരു കാരണം കൊണ്ടാണ് തെരഞ്ഞെടുത്തത്. കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് തെരഞ്ഞെടുത്തിട്ടാണ് ഈ പരീക്ഷയ്ക്ക് വിട്ടിരിക്കുന്നത്. ഇവിടെ ഈ പരീക്ഷ എന്നുള്ള പദത്തിന് പകരം ശരിക്കും വേണ്ടത് പരിശോധന എന്നുള്ള പദമാണ് വേണ്ടത്. ഞാനൊന്ന് തിരിച്ചു പറഞ്ഞുതരാം, അതൊന്നും ചിലപ്പോൾ മനസ്സിൽ ഓർമ്മയില്ലെങ്കിൽ. പരീക്ഷയുണ്ട്, പരിശോധനയുണ്ട്. പരീക്ഷ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് നടത്തുകയാണ്, പാസ്സാവുകയില്ലെന്ന് നോക്കാനുള്ളത്. പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുന്നത് പരീക്ഷകനാണ്, അത് പിശാചാണ് പരീക്ഷകൻ. 3 പരീക്ഷയാണ് നടത്താറ്. പരീക്ഷകൻ നടത്തുന്ന പരീക്ഷ 3 ഉണ്ടാവും. നമുക്ക് ലഭിക്കുന്ന പരീക്ഷ 3 ഉണ്ടാവും. ജഡമോഹം, കൺമോഹം, ജീവനത്തിന് പ്രതാപം. ഈ 3 കാര്യത്തിലും പരീക്ഷ നടത്തും. അത് ഉദാഹരണമൊക്കെ പറയാൻ പോയ സമയമില്ല, ഏതാണ്ട് 10 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ, 6-7 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. ഞാൻ പെട്ടെന്ന് നിർത്താം. അപ്പൊ ആ 3 പരീക്ഷ പാസ്സായാൽ അതിൽ തോറ്റ ഹവ്വയും ആദാമും തോറ്റുപോയി, കൺമോഹത്തിൽ വീണുപോയി, തോറ്റുപോയി. ജീവനത്തിന്റെ പ്രതാപത്തിൽ തോറ്റുപോയ ശൗലിനെ നമുക്കറിയാം. അങ്ങനെ തോറ്റുപോയ ധാരാളം പേരുണ്ട്. ജയിച്ച ഒരാളെ പറഞ്ഞാൽ ജോസഫ് ജയിച്ചു. കൺമോഹത്തിന്റെ മുകളിലും ജീവനത്തിന്റെ പ്രതാപം വന്നപ്പോഴും അല്ലേ, ഇതിലെല്ലാറ്റിലും ജയിച്ച ഒരാളാണ് ജോസഫ്. അപ്പൊ ജയിച്ച ആളും ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് കർത്താവ് കൂടിയിരിക്കില്ല. പോത്തിഫേറിന്റെ ഭവനത്തില് പോത്തിഫേറിന്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് കർത്താവ് കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായി തീരുമാനം എടുത്തിട്ട് ഓടി രക്ഷപ്പെട്ടിട്ടാണ് പരീക്ഷ ജയിച്ചത്, ജോസഫ് ജയിച്ചത്. എന്നാൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് കരുണ തോന്നി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയല്ല, അതിന്റെ പേരാണ് പരിശോധന. ടെസ്റ്റ് നടത്തി നോക്കുകയാണ്, എത്ര പവർ ഉണ്ടെന്ന് നോക്കുകയാണ്. അതായത് ഒരു ഡാം പണിയുമ്പോൾ സിമെന്റ് ടെസ്റ്റ് നടത്തും. നിങ്ങൾ ഇടുക്കിയിലായിരുന്ന സമയത്ത് സിമെന്റിന്റെ കട്ടകൾ കുറെ കൊണ്ടുവരും, വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ സിമെന്റിന്റെ കട്ട. ഞാൻ അടിയോട് ചോദിച്ചത് എന്തിനാ ഈ കട്ടാന്ന് ചോദിച്ചു. അപ്പോൾ സിമെന്റിന്റെ ഒരു ചാക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് അറിയാൻ വേണ്ടി അത് ഉണ്ടാക്കി നോക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ പ്രഷർ അപ്ലൈ ചെയ്യും. എത്ര സ്ട്രോങ്, എത്ര പ്രഷർ ഇതിന് കപ്പാസിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അത് ഉപയോഗിക്കുള്ളൂ. അങ്ങനെയാണ് പറയുന്നത് ടെസ്റ്റ് പരിപാടി. ഇതേപോലെ ടെസ്റ്റ് നടത്തും, നിനക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കുന്ന പരിപാടി. ഈ ടെസ്റ്റ് നടത്തുന്ന സമയത്ത്, ഈ പരിശോധന നടത്തുന്ന സമയത്ത് കർത്താവ് കൂടിയിരിക്കും. പരീക്ഷയിൽ കർത്താവ് കൂടിയിരിക്കില്ല, പരിശോധന നടക്കുന്ന സമയത്ത് കർത്താവ് കൂടിയിരിക്കും. എന്ന് പറഞ്ഞാൽ തകർന്നു പോകാൻ അനുവദിക്കില്ല.
സഹിക്കാവുന്നതിന് മീതെ, നമുക്ക് കപ്പാസിറ്റിക്ക് മീതെ അവൻ ഈ പരിശോധന തരില്ല. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പരീക്ഷയും പരിശോധനയും ഒരുപോലെ വന്ന കാരണമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോ കൊള്ളാകുന്നവനെന്ന് തെളിഞ്ഞ ശേഷം, ഈ പരീക്ഷയുടെ ടെസ്റ്റിന് സമയമെടുക്കും, കുറച്ചധികം സമയമെടുക്കും. ജോസഫൊക്കെ തെളിഞ്ഞ ശേഷം കർത്താവ് കൊടുക്കുന്നത്, ഒന്ന് പരീക്ഷയുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് പരീക്ഷയുണ്ട്. രണ്ടാമത് അവിടെ പറയുന്നത് വാക്തത്വം ലഭിക്കുന്ന പറഞ്ഞു, വാക്തത്വം ചെയ്ത ജീവകിരീടം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വാക്തത്വം കിട്ടും, 3 ജീവകിരീടം കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഭാഗ്യവാനാണ്. ഈ ഇങ്ങനെ ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്ന, ജീവിതത്തിൽ സഹകരണത്തിന് വേണ്ടുന്ന അവസരം തരുമ്പോ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാവുന്നവൻ എങ്ങനെ തെളിയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളിൽ തന്ന കഷ്ടങ്ങളെ കുറിച്ച് ഒരിക്കലും പഴിക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്താൽ മാത്രം മതി. ഗ്യാരണ്ടി എന്താ? ജീവകിരീടം കിട്ടും. സുവിശേഷം പറഞ്ഞിട്ടല്ല ജീവകിരീടം കിട്ടാൻ പോകുന്നത്. സുവിശേഷത്തിന് വേണ്ടി ഓടി കഷ്ടം സഹിച്ചിട്ടല്ല ജീവകിരീടം കിട്ടുന്നത്. ജീവിതത്തിൽ വന്ന ഈ സാഹചര്യത്തില് ദൈവത്തെ പഴിക്കാതെ, കർത്താവെ എനിക്കൊരു അവസരം തന്ന് എന്നെ സെലക്ട് ചെയ്തല്ലോ, കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കർത്താവ് ഒരു വാഗ്ദത്തം പറയാ, നിനക്ക് ജീവകിരീടം കിട്ടും. കർത്താവെ എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ജീവിതത്തിൽ കർത്താവെ ജീവകിരീടം തരുവാൻ തക്കോണം എന്നെ സ്നേഹിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞാട്ടെ. എന്നെ സ്നേഹിച്ചതിനായി നന്ദി പറയുന്നു. ഇതുപോലൊരു ദുഃഖം എനിക്ക് തന്നതിനായി, എന്റെ തലമുറ വഴിയായിട്ടോ, എന്റെ ജീവിതത്തിൽ ചില സാഹചര്യം വഴിയായിട്ടോ, എന്റെ ശാരീരികമായ ക്ലേശം നിമിത്തമോ ഞാൻ അനുഭവിക്കുന്ന ഈ ദുരിതം നിമിത്തം എന്നെ കർത്താവ് സ്നേഹിച്ച് എന്നെ തെരഞ്ഞെടുത്ത് എനിക്ക് തരാൻ പോകുന്ന ആ ഭാഗ്യവത്വയ്ക്കായി ഞാൻ നിനക്ക് സ്തുതിക്കുകയാണ്. മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഗ്യാരണ്ടിയോടെ പറയാം, നിനക്ക് ലഭിക്കാൻ പോകുന്നതാണ് ജീവകിരീടം. ഇനി സഹിക്കേണ്ട 2, 3, 4 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യമുണ്ട്. ഞാൻ വേഗത്തിൽ ഓടിച്ചു പറയാം, അധികം വിശദീകരണം കൂടാതെ. 1 പത്രോസ് 5:10 വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. വളരെ പരിചിതമായ വാക്യാണ്. അല്പകാലത്തേക്ക് ഈ ഭൂമിയിലെ, നമ്മൾ നേരത്തെ പാടിയതുപോലെ അല്പകാലം മാസം മാത്രം ഈ ഭൂമിയിലെ മാസം ആകെ അല്പകാലം ഉള്ളൂന്ന്. നമ്മൾ തോന്നുന്നത് എത്ര കാലമായി ഞാൻ സഹിക്കുന്നു. ഇതെല്ലാം നമ്മൾ മറക്കാൻ പോവുകയാണ്. ഞാൻ ചെല്ലാൻ പോകുന്നത് നിത്യയുഗത്തിലേക്കാണ്. നിത്യയുഗത്തിൽ ചെല്ലുമ്പോ ഇതൊന്നും സാരമില്ലെന്ന് തോന്നും. അപ്പോ ഇവിടെ പറയാണ്, നിങ്ങൾ സഹിക്കേണ്ടത് പരീക്ഷ മാത്രം സഹിച്ചാൽ പോരാ. രണ്ടാമത് സഹിക്കേണ്ട കാര്യം എന്താണ്? കഷ്ടം സഹിക്കണം. കഷ്ടം സഹിക്കണം. കഷ്ടം സഹിച്ചാൽ ലഭിക്കുന്ന 4 കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. 1 ഗ്യാരണ്ടി, നിത്യതേജസ്, മാറാത്ത കഷ്ടം. എന്റെ ശരീരത്തിലെ കഷ്ടം മാറുന്നേയില്ല. ഈ രോഗം എന്നെ വിട്ടുമാറുന്നേയില്ല. പലവട്ടം പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല എന്നൊക്കെ പറയുന്നു. കർത്താവ് പറയാ, 4 കാര്യം കിട്ടും മോനെ. നിനക്കിത് തന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നതാ. നിന്റെ ജീവിതത്തിൽ ഇത് തന്നിരിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നതാ. 4 കാര്യം കിട്ടും. 1 നിത്യതേജസ് കിട്ടും. 2 നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. എങ്ങനെ യഥാസ്ഥാനപ്പെടുത്തുന്നത്? അവന് തുല്യനാക്കി മാറ്റുവാൻ, ദൈവപുത്രനാക്കി മാറ്റുവാൻ തക്കോണം നിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. 3 നിന്നെ ഉറപ്പിക്കും, വിശ്വാസത്തിൽ ഉറപ്പിക്കും. ഇതൊക്കെ ഉണ്ടായാലും ഞാൻ വിട്ടുപോവില്ല, ഞാൻ കൃപയിൽ നിൽക്കുന്നത്, നമ്മുടെ കഴിവൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ദൈവം നമ്മെ ഉറപ്പിക്കും. 4 നിന്നെ ശക്തീകരിക്കും. 4 പ്രധാനപ്പെട്ട ഭാഗ്യമാണ് കിട്ടാൻ പോകുന്നത്. ഈ കഷ്ട സഹിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന 4 കാര്യങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെ അല്ല ദൈവം നമുക്ക് തന്നത്. നമ്മൾ വിചാരിക്കുക ഈ കൃപയിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നു. അങ്ങനെയാണെങ്കിൽ ആരോട് സൂചന പോലും പറയണ്ടല്ലോ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പറയും ക്രിസ്ത്യാനി ആയാൽ മതിട്ടോ, അവന്റെ ജീവിതം കണ്ടോ മാറിയില്ല എന്ന് പറയും. അങ്ങനെ വരാത്തതിന് കാരണം എന്താണെന്ന് മനസ്സിലായോ? കർത്താവിന്റെ പദ്ധതി വ്യത്യാസമുണ്ട്. നമ്മളെ കാണേണ്ടത് ഈ അല്പകാലം കാണുന്ന ഈ ഭൂലവാസമല്ല, അതിനപ്പുറത്തേക്കുള്ള നിത്യവാസത്തിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ നിത്യവാസത്തിലേക്ക് എത്തണമെങ്കിൽ കഷ്ടം സഹിക്കേണ്ടി വരും, ലജ്ജിച്ചു പോരും. 2 തെസ്സലോനിക്കർ 1:4 വാക്യത്തിൽ 3-ാമത്തെ കാര്യം കാണാം. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന 2 തെസ്സലോനിക്കർ 1:4. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിൽ കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം നിങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ പ്രശംസിക്കുന്നു. അപ്പൊ 3-ാമത് പറയാണ്, പരീക്ഷ സഹിക്കണം, കഷ്ടം സഹിക്കണം, ഉപദ്രവം സഹിക്കണം. ഉപദ്രവം എന്ത് ഉപദ്രവം നോക്കിയേ. ഉപദ്രവത്തെ കുറിച്ചൊക്കെ പറയാൻ പോയ ഒരു സഭയിലൊരു സഹോദരി വരുമായിരുന്നു. ആ സഹോദരിയുടെ ഭർത്താവ് ഗുണപ്പെടാത്തവനാണ്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ മുഖത്തൊക്കെ ഭയങ്കര പാട്. ചോദിച്ചു എന്ത് പറ്റിയതാന്ന് ചോദിച്ചു. പറഞ്ഞു ഇന്നലെ കെട്ടിയാൻ വന്ന് കള്ളും കുടിച്ച് വന്നിട്ട് കത്തുന്ന സിഗരറ്റ് കൊടുത്ത് കുത്തിയതാന്ന് പറഞ്ഞു മുഖത്തൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തൊരു പ്രയാസമാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊന്നല്ല പാസ്റ്ററെ, ദേഹം മുഴുവൻ കുത്തി പൊള്ളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സഹിക്കാൻ വയ്യ.
ആ സഹോദരി സഹിച്ചിട്ടുള്ള കഷ്ടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അത്രമാത്രം ദുരിതങ്ങളാണ് ഓരോ ദിവസം സഹിച്ചിരുന്നത്. ഒരിക്കലുണ്ടായ അനുഭവം പറയാൻ പറ്റിക്കുന്നതിന് എത്ര പീഡിപ്പിക്കുന്നത് വെച്ചാൽ അത്രമാത്രം പീഡിപ്പിക്കുന്നതിന് കഷ്ടം സഹിക്കുന്നു. അപ്പൊ ഉപദ്രവം സഹിക്കേണ്ടി വരിക. മാറിയിട്ടില്ല, ഇന്നും മാറുന്നില്ലെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചപ്പോഴും പറഞ്ഞത്. ഇപ്പോഴും ആ ഇതിന് വ്യത്യാസം വന്നിട്ടില്ല, മനുഷ്യന്റെ മാനസാന്തരം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഉപദ്രവം സഹിച്ചോണ്ടിരിക്കുക. ആ സഹോദരി മടുത്തു തുടങ്ങി. പക്ഷേ അവിടെ പറയുന്ന കാര്യം എന്ന് പറയുക, ആ സഹോദരി ഇപ്പോഴും പിടിച്ചു നിൽക്കുക. സഹിഷ്ണുത കിട്ടി. നമ്മൾക്ക് അത്ഭുതം തോന്നുക, എങ്ങനെ പറ്റുന്നത്? നമുക്കാണെങ്കിൽ പറ്റിയില്ല എന്ന് വരും. പക്ഷേ ഈ ഉപദ്രവം സഹിക്കുന്ന സഹോദരിക്ക് ദൈവം കൊടുത്തത് സഹിഷ്ണുത കൊടുത്തു. 2 വിശ്വാസം കൊടുത്തിരിക്കുക. 3 ദൈവസഭകളിൽ പ്രശംസിക്കപ്പെടും. ഞാൻ ഇന്ന് പറയാൻ കാരണം എന്താ? ദൈവസഭകളിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നും കൂടെ പറയാ, ഇങ്ങനെ നിൽക്കുന്ന ആളുകള്, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവര് ധാരാളം പേരുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കുക, പ്രശംസിക്കപ്പെടുന്നതിന് കാരണമായി മാറി. ദൈവം ആഗ്രഹിക്കുക നിന്നെ കുറിച്ച്, നിന്നെ ഒരു പ്രശംസാ വിഷയമാക്കാൻ വേണ്ടി നിനക്കൊരു അവാർഡ് തന്നു. പ്രസിഡന്റിൽ നിന്ന് ഒരു അവാർഡ് തന്നിട്ടല്ല പ്രശംസാ വിഷയമാക്കുന്നത്. കഷ്ടം സഹിക്കുന്ന, ഉപദ്രവം സഹിക്കുന്ന നിന്നെ കുറിച്ച് ദൈവസഭകളിൽ സ്തോത്രം. അവിടെ കോൺഗ്രസിലല്ല, ദൈവസഭകളിൽ പ്രശംസാ വിഷയമാക്കി മാറ്റിയാണ്. സമയം തുറന്നു 2 വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ചാൽ നിർത്താം. എഫേസ്യർ ലേഖനം 3:13. എഫേസ്യർ 3:13. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകെ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരു അപേക്ഷ ആദ്യം പറയട്ടെ, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. ജീവിതത്തിലേക്ക് പരീക്ഷയും കഷ്ടവും ഉപദ്രവവും ഒക്കെ സഹിക്കുമ്പോൾ നിങ്ങൾക്ക് വരാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അധൈര്യപ്പെട്ടു പോകരുത്, പേടിക്കണ്ട, ഇതിനൊക്കെ പരിഹാരമുണ്ട്. അവിടെ പറയാണ്, ഇവിടെ സഹിക്കേണ്ടി വരുന്ന 4ാമത്തെ കാര്യം എന്ന് പറയുമോ, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക. ചിലപ്പോൾ ചിലർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ആശുപത്രിയിൽ പോകേണ്ടി വരിക, കുറെ വണ്ടി ഓടിക്കേണ്ടി വരിക, പല കാര്യങ്ങൾ ചെയ്തെടുക്കുക. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവരുടെ ഭാരം മുഴുവൻ നമ്മുടെ തലയിൽ വന്ന് വിട്ടു. ആ കുടുംബത്തെ മുഴുവൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടൊരു ഗതികേടായിട്ട് മാറാൻ പറ്റാത്ത വിധത്തിലെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കേണ്ടി വരും. കർത്താവേ, ഇതൊന്നും ഒരു ഒഴിവ് കിട്ടുമോ? എങ്ങനെയും ഒന്ന് തലവരാൻ പറ്റും. ചെന്ന് പെട്ടെന്ന് തോന്നുന്ന വിധത്തില് പ്രയാസം വരിക, അങ്ങനെ സഹിക്കേണ്ടി വരിക. പക്ഷെ ആ സമയത്ത് നിങ്ങൾ എന്ത് പറയരുത്? അധൈര്യപ്പെട്ടു പോകരുത്. എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? നിങ്ങളുടെ മഹത്വങ്ങൾ, കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ. കർത്താവ് പറയാ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വന്നാ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, നിത്യതയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മഹത്വമാകയാൽ. ഒന്ന് പറഞ്ഞേ, മഹത്വം ലഭിക്കാൻ പോവുക. അതിനെ കുറിച്ച് അതുകൊണ്ട് പഠിച്ചു പറയുന്നത്, കർത്താവേ, എനിക്ക് മഹത്വം തരാൻ വേണ്ടിയാ എന്റെ ജീവിതത്തിലെ അനുഭവം തന്നത്. ഇതൊന്നും കർത്താവ് അറിയാതെ അല്ല ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നത്. 5ാമത്തെ കാര്യം പറയാം, 2 കൊരിന്ത്യർ 1:6 വാക്യം. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, 2 കൊരിന്ത്യർ 1:6, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നു എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണെന്ന് ചോദിക്കും. ഒരു പ്രയാസത്തിൽ നിന്ന് വിടുതൽ കിട്ടി ആശ്വാസം കിട്ടുന്നതിനെ പോലെ വലിയൊരു കാര്യം ഭൂമിയിലില്ല. ആണോ? ശരിയാണോ? കർത്താവ് എന്താ പറഞ്ഞ്? അധ്വാനിക്കുന്നവരും ഭാരിച്ചു വെക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവിന് കിട്ടുന്ന സാധനമാണ് ഏതാണ്? ആശ്വാസം. അപ്പൊ പറയാണ്, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ആശ്വാസം കിട്ടും. അവിടെ പറയാണ്, ആശ്വാസം കിട്ടും, രക്ഷയ്ക്ക് ഉതകുന്നു, നിത്യരക്ഷയിലേക്ക് കൊണ്ടുപോകാനാണ് ഉതകുമെന്ന് പറയുന്നത്. അതിലെ ഏറ്റവും വലിയ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കഷ്ടം സഹിക്കുന്നവർക്ക് ദൈവം ആശ്വാസം കൊടുക്കണം. ആ ആശ്വാസം ഭൂമിയിൽ വെച്ച് മാത്രമല്ല, ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവം പലപ്പോഴും ആശ്വാസം തന്നിട്ടുണ്ട്. എന്നാൽ നിത്യാശ്വാസങ്ങളുടെ ദൈവം, ആശ്വാസങ്ങളുടെ ഉറവിടമായ ദൈവം, സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ആ നിത്യതയിൽ നമുക്ക് ആശ്വാസത്തിന് ഇടം തരാൻ പോവുകയാണ്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.